എന്തുണ്ട് പ്രിയരെ വിശേഷം? സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ രാവിലെ സമയം നിങ്ങളെ കാണാൻ കർത്താവ് ഇങ്ങനെ അവസരം നൽകി തന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? കുഞ്ഞുങ്ങളും അവൻ ഭർത്താവും ഭാര്യയും അമ്മയും വല്യമ്മയും അമ്മയും സ്തോത്രം, എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എപ്പോഴും ശ്രദ്ധിക്കണം, വീടിന്റെ പുറകുവശത്ത് അടുക്കളയുടെ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ സന്ധ്യക്ക് വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ആ പടിക്കെട്ടിന്റെ അവിടെ വല്ല പാമ്പോ പഴുതാരയോ വല്ല കിടപ്പുണ്ടോ എന്ന് നോക്കണം. ദൈവം നമ്മളെ സൂക്ഷിക്കും. നമ്മൾ അറിയാതെ പോയി ചവിട്ടിയാൽ ദൈവം നമ്മെ സൂക്ഷിക്കും. അറിഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധി ദൈവം തന്നിട്ടും കൂടെ നമ്മളത് ഉപയോഗിക്കാതെ നിലത്ത് നോക്കി നടക്കാതിരുന്നാൽ ഒരുപക്ഷെ പാമ്പിന്റെ കടിയിൽ നിന്ന് നിങ്ങൾ അത്ഭുതകരമായിട്ടായിരിക്കാൻ രക്ഷപ്പെട്ടത്, ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ മാസം നിങ്ങൾ കയറി ചവിട്ടേണ്ടതായിരുന്നു. പക്ഷെ പെട്ടെന്ന് താഴേക്കൊന്നും എന്തോ ഒരു പന്തികൾ നോക്കിയപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കണ്ടു. അതുകൊണ്ട് സ്തോത്രം, ദൈവം നിങ്ങളെ സൂക്ഷിച്ചു. അതുകൊണ്ട് നമുക്ക് ബുദ്ധിയും ജ്ഞാനവും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്. അത് കഴിവിന്റെ പരമാവധി നമ്മൾ ഉപയോഗിക്കണം. പ്രാക്ടിക്കൽ ലൈഫിൽ നാം അനുവർത്തിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ പോലും അതീവ ശ്രദ്ധാലുക്കളായിട്ട് വേണം നടക്കാൻ. പലയിടത്തേക്ക് നോക്കി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുട്പാത്തിന്റെ സ്ലാബ് മാറിയ സ്ഥലത്തോട് താഴോട്ട് പോകാനും സാധ്യത കൂടുതലാണ്. ഇന്നത്തെ കാലത്ത് പിന്നെ പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകത്തില്ല. മൊബൈലിൽ ഞോണ്ടിക്കൊണ്ടാണ് ആളുകൾ നടക്കുന്നത്. നേരെ പോയി ചിലപ്പോൾ കുഴിക്കകത്തോട്ട് വീഴും, അല്ലെങ്കിൽ ആരുടെയും ദേഹത്തോട്ട് പോയി ഇടിച്ചു വീഴും. സ്തോത്രം. മൊബൈലൊക്കെ ഉപയോഗിച്ചോ? കുഴപ്പമൊന്നുമില്ല. അധിക സമയം, ഒരു ദിവസത്തിൽ നിങ്ങൾ അധിക സമയം മൊബൈലിന് വേണ്ടി സമയം ചെലവഴിക്കരുത്. മൊബൈല് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണെങ്കിലും സ്തോത്രം, കോളുകൾ വിളിക്കുമ്പോൾ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുക. എപ്പോഴും മൊബൈലിനകത്ത് ഇങ്ങനെ ഞോണ്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കരുത്. സ്തോത്രം. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, രാവിലെ എഴുന്നേറ്റപ്പം അവർ ഉറങ്ങുന്നോടം വരെ ഈ സാധനം കൈ വെച്ചുകൊണ്ട് ഈ ഞോണ്ടലാണ്. സ്തോത്രം. അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. അല്ലാത്ത സമയത്ത് അത് മാറ്റിവെച്ചേര്. സ്തോത്രം. നിങ്ങൾക്ക് നെറ്റ് ഉണ്ട്. അതുകൊണ്ട് എപ്പം വരുന്ന മെസ്സേജ് എപ്പം വേണമെങ്കിലും അതിനകത്ത് കയറിക്കോളും. അത് ഓണാക്കി വെച്ചാൽ മതി. അപ്പോൾ തന്നെ രാവിലത്തെ ഒരു സന്ദേശങ്ങൾ അല്ലെങ്കിൽ നെറ്റ് ആരെങ്കിലും മെസ്സേജ് അയക്കുക, ആ മെസ്സേജ് രാവിലെ ഒരു 10 മണിക്കുള്ളിൽ അത് ശ്രദ്ധിക്കാൻ 1 മണിക്കൂർ സമയം മാറ്റി വെക്കുക. 9 തൊട്ട് 10 വരെ ആ മെസ്സേജ് ശ്രദ്ധിച്ച് അതിന് മറുപടി വിടുകയും ചെയ്യാം. അത് കഴിഞ്ഞാൽ വൈകുന്നേരം അതുപോലെ തന്നെ ഒരു 4 മണി തൊട്ട് 5 മണി വരെ നിങ്ങൾ 1 മണിക്കൂർ സമയം മൊബൈലിനോട് ചെലവാക്കിക്കോ. അങ്ങനെ രാവിലെ 1 മണിക്കൂറും വൈകുന്നേരം 1 മണിക്കൂറും. രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ആ മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് കിടന്നു, എന്നാലും കുഴപ്പമില്ല. അല്ലാതെ ഈ ഫുൾ ടൈം ഇതിനകത്ത് ഞോണ്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ണിനും സ്ട്രെയിനാണ്. ഞാൻ എന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ ഞാനുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കോള് ഇപ്പൊ മെസ്സേജ് നിങ്ങൾ അയച്ചു, ആ വ്യക്തി മെസ്സേജ് ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് ലൈനിൽ കിട്ടും. സ്തോത്രം. അപ്പൊ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ആശയവിനിമയം ചെയ്യാൻ പറ്റും. ആ കഴിവിന്റെ പരമാവധി സ്പീക്കർ ഫോൺ ഇട്ട് സംസാരിച്ചാൽ ഏറ്റവും നല്ലത്. അത് നിങ്ങളുടെ ശരീരത്തിന് ദോഷം ചെയ്യുകയില്ല. ഇതൊക്കെ ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയരെ, എന്റെയും നിങ്ങളുടെ അശ്രദ്ധ മൂലം സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്, അല്ലേ? അപകടത്തിൽ കൊണ്ടെത്തിക്കാറുണ്ട്. ചില ആളുകൾ മീൻ അടുപ്പത്ത് വെച്ചിട്ട് മീൻ കറി അടുപ്പത്ത് വെക്കും, എന്നിട്ട് മുറ്റത്ത് പോയിരിക്കും. തിരിച്ചു വരുമ്പോഴത്തേക്ക് മീൻ കറി ഒരു പരുവക്കേട്ടിലാവും. സ്തോത്രം. ചിലയിടത്തെ മീൻ ചട്ടിക്കകത്തെ ചാറും പറ്റി മീനും കരിഞ്ഞ്, എന്നിട്ടും അവരറിഞ്ഞിട്ടേ ഇല്ല. ചില ആളുകൾ ഗ്യാസ് ഓഫാക്കാതെ അവൻ സിമ്മിലിട്ടിട്ട് പോയിരുന്ന് വർത്താനം പറയും. കുറെ കഴിയുമ്പോൾ അയ്യോ, ഞാനൊരു സാധനം സിമ്മിലിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓടുക. ചെല്ലുമ്പോഴത്തേക്ക് പാത്രം കരിയാതിരുന്നത് ഭാഗ്യം. സ്തോത്രം. കേട്ടോ, നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന എന്തെല്ലാം അപകടങ്ങളാണ്. നമ്മൾ ഇന്റലിജന്റ് ആണ്, എല്ലാ കാര്യത്തിലും നാം അതീവ ശ്രദ്ധയുള്ളവരാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ അശ്രദ്ധ ഉണ്ടാക്കുന്ന അപകടങ്ങൾ ചില്ലറയല്ല. ചില കഞ്ഞി വാർക്കാൻ നേരത്ത് ഞാൻ ആ ഭാഷയൊക്കെ ഉപയോഗിക്കുന്നത് റൈസ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ നല്ല കഞ്ഞി വാർക്കെന്ന് പറയാമല്ലോ. എന്റെ പ്രിയരെ, ഞാനും ചെറുപ്പത്തിൽ ഉണക്കമീൻ ചുട്ട്, ഒന്നും വിചാരിക്കല്ലേ, ഉണക്കമീൻ ചുട്ട് അത് ഇങ്ങനെ അടുപ്പിനകത്തോട്ട് ഇടുമ്പം ആ ചാരം അതിലോട്ട് ഇങ്ങനെ പതഞ്ഞു പിടിക്കും. ആ ചാരം ഇങ്ങനെ ഉണക്കമീന്റെ ആ തലയുടെ ആ ഭാഗം
അതിങ്ങനെ മത്തിയല്ലേ, അതിങ്ങനെ തലയുടെ ഭാഗം ഇങ്ങനെ പതഞ്ഞു വരും. തീക്കകത്തിടുമ്പോഴത്തേക്ക് നെയ്യൊക്കെ ഞങ്ങൾ ഉരുക്കി പോകുന്ന ആ പതഞ്ഞു വരുമ്പം അതിന് ആ പതക്കകത്തോട്ട് ഈ ചാരം അങ്ങോട്ട് കയറി മിക്സ് ആയിട്ട് കോൺക്രീറ്റ് പോലെ അതിനകത്ത് തിന്നിട്ടുള്ള നിങ്ങൾക്കറിയാലോ സ്വതന്ത്രം. അപ്പം ചെറുപ്പത്തിൽ ഈ കഞ്ഞിയും ഈ ഉണക്കമത്തിയും ഈ കാന്താരിമുളകും ഒക്കെ ഉടച്ച് ചെറുപ്പത്തിൽ നിന്നല്ല എപ്പോഴും അതിന് ടേസ്റ്റാ. അത് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് ഒരു ദോഷം ഉണ്ടായിട്ടില്ല അന്ന്, ഇല്ലേ? കൊളസ്ട്രോളും ഇല്ല, ഷുഗറും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ലായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ കെമിക്കൽ ഫുഡ് അധികം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇല്ലാത്ത അസുഖമെല്ലാം ഉണ്ടാകാൻ തുടങ്ങി. പക്ഷെ ഞാൻ നിങ്ങൾ പറയുന്നത്, എന്റെ പ്രിയരെ, നമ്മൾ അന്ന് ഒരു മുളക് ചുട്ടെടുക്കാൻ നമ്മൾ കാണിക്കുന്ന അതീവ ശ്രദ്ധ, ഇല്ലേ? കരിയാതെ മുളകിനെ പുറത്തെടുക്കണം തീക്കകത്ത്. പത്തലമുളക് എന്ന് പറയും. അത് എന്ത് പറയാ, അടുപ്പിനകത്ത് ഇട്ടിട്ട് ഒരു കമ്പ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടി 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 അതിനെന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ സെറ്റപ്പ് ആക്കി പുറത്തെടുക്കുക. അത്രയ്ക്ക് ശ്രദ്ധയായിരുന്നു. പക്ഷെ ഇന്നോ ആ മുളക് അരച്ച് കറി, അല്ലെങ്കിൽ ആ മുളക് മിക്സിക്കകത്തിട്ട് അരച്ച് അത് ചട്ടിക്കകത്ത് വെച്ച് ചാറുകറിയാക്കി നിങ്ങൾ ഓണാക്കി ഇട്ടിട്ട് പോയ ആ ചാറുകറി നിങ്ങൾ വരുമ്പത്തേക്ക് മരുഭൂമി പോലെ കിടക്കുക ചട്ടിക്കകത്ത്. എന്ന് പറഞ്ഞാൽ വെള്ളവും പറ്റി ഒന്നുമില്ല. കേട്ടോ, അശ്രദ്ധ മനുഷ്യനെ ഉണ്ടാക്കുന്ന അപകടങ്ങളാണ്. മറ്റു ചിലര് അങ്ങനെയല്ല. മറ്റു ചിലര് സ്തോത്രം മിക്സി അടിച്ചിട്ടിട്ട് അവിടെ ഇട്ടിട്ട് പോവുക. അതുകൊണ്ട് തന്നെ കരണ്ട് അതേ കിടപ്പുണ്ട്. കുട്ടികളുള്ള വീടുകളാണ് വളരെ അപകടം ഉണ്ടാക്കും. എന്റെ പ്രിയരെ, അശ്രദ്ധ, ഒരു നേരത്തെ അശ്രദ്ധ. വാഹനം ഓടിക്കുന്നവർ ഏറ്റവും കൂടുതൽ സ്പീഡിലാണ് പോയാലാണ് നല്ല ഡ്രൈവർ എന്ന് അവരുടെ ചിന്ത. അല്ല, ഒരിക്കലും അല്ല. പ്രത്യേകിച്ച് നമ്മുടെ റോഡുകൾ, നമ്മുടെ വണ്ടിക്ക് പറ്റിയ റോഡുകളല്ല നമ്മുടെ റോഡുകൾ, ഇല്ലേ? അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല, കാരണം അതെന്റെ സബ്ജക്റ്റ് അല്ല. എങ്കിലും ഞാൻ പറയുക, വാഹനം നിങ്ങൾ ഓടിക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ IPS ഓഫീസർ ആണെങ്കിലും നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവർ മാത്രമാണെന്നുള്ള കാര്യം മറക്കരുത്. സ്തോത്രം. നിങ്ങൾ ആരായിക്കോട്ടെ, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ നിയമങ്ങൾ പാലിച്ചു പോകണം. എന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ ജീവൻ എന്റെ കയ്യിലാണ്. എന്റെ അശ്രദ്ധ മൂലം ഒരുത്തൻ ഒരു വർഷം കിടക്കേണ്ട ഇടവരുത്തരുത്. അങ്ങനെ ഒരു ശ്രദ്ധ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഓടിക്കുന്ന വാഹനം വേറൊരാളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഞാൻ ഈ വാഹനം എവിടെയെങ്കിലും കൊണ്ടൊരു പോസ്റ്റെ കൊണ്ട് ഇടിപ്പിച്ചാൽ എനിക്ക് മാത്രമല്ല ആ മനുഷ്യനും കൂടെ തലവേദനയാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. സ്വതന്ത്രം. ശ്രദ്ധക്കുറവുണ്ടാകുന്നത് അശ്രദ്ധയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ചില ആളുകൾ വണ്ടി എടുത്താൽ 70 താഴോട്ട് അവർ പോയത് ചരിത്രമില്ല. അതവർ ഭയങ്കര ക്രെഡിറ്റ് ആയിട്ടാ പറയുന്നത്. എന്റെ പ്രിയര്, അത് ക്രെഡിറ്റ് അല്ല, അത് നമ്മുടെ കഴിവില്ലായ്മ എന്നാ പറയുന്നത്. ഒന്നാമത്തെ കാര്യം കഴിവില്ലായ്മ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ റോഡിനെ കുറിച്ച് നമുക്കൊരു ബോധ്യമില്ല, നമ്മുടെ വാഹനത്തെ കുറിച്ച് നമുക്കൊരു ബോധ്യമില്ല, നമ്മുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഒരു ബോധ്യമില്ല, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചോ ഒരു ബോധ്യമില്ല. ഇത്രയും ബോധ്യമില്ലായ്മയാണ് നിങ്ങൾ 70 മേലെ പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക. നിങ്ങൾക്കൊരു ആനന്ദം കിട്ടുമായിരിക്കും, പക്ഷെ അതിനകത്തിരിക്കുന്നവൻ നരകത്തിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടിരിക്കുന്നവനായിരിക്കും. പിടികിട്ടിയോ? അതുകൊണ്ട് ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം. ശ്രദ്ധയോടെ ഓരോ കാര്യം നിങ്ങൾ ചെയ്യണം. അപ്പോഴാണ് സ്തോത്രം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുക, നിങ്ങൾക്ക് തന്നെ ദോഷം ഉണ്ടാകാതിരിക്കുക. എന്റെ പ്രിയരെ, ഈ രാവിലെ സ്തോത്രം ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ എത്രയോ അശ്രദ്ധ മൂലമുണ്ടായ അപകടങ്ങളുണ്ടായി, ഇല്ലേ? ശ്രദ്ധക്കുറവ് മൂലം ഉണ്ടായത്. അതൊന്നും ഞാൻ എണ്ണി ചോദിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ ഇന്ന് രാവിലെ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ആത്മാവിനും, നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സമൂഹത്തിനും നിങ്ങൾ ആരോഗ്യമുള്ളവനായി മാറാൻ കഴിയും. നിങ്ങളുടെ ശ്രദ്ധക്കുറവ് മൂലമുണ്ടാകുന്ന പാകപ്പിഴകൾക്ക് ദൈവത്തെ പഴിക്കരുത്. എന്റെ അശ്രദ്ധ മൂലമുണ്ടാകുന്ന ആ അപകടം ഞാൻ ദൈവത്തെ കുറ്റം പറ്റിയ കാര്യമില്ല. വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നോക്കി വാഹനം ഓടിക്കുമ്പോൾ എതിരെ വരുന്നവൻ അടുത്തെത്തിക്കഴിഞ്ഞു, ബ്രേക്ക് പിടിക്കാനുള്ള സമയമില്ല. അതിനു മുമ്പേ കൂട്ടിയിടി നടന്നു കഴിഞ്ഞു, അല്ലേ? എന്റെ പ്രിയരെ, നമ്മുടെ ശ്രദ്ധയും അശ്രദ്ധയും വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധ നിങ്ങൾക്ക് പരിക്കില്ലാതെ മുൻപോട്ട് പോകാനും, അശ്രദ്ധ
നിങ്ങളെ ആശുപത്രിയിലോട്ട് പറഞ്ഞു വിടാനും മതി. എന്റെ പ്രിയ, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്നത്തെ പകൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും ഞാൻ ഈ പറഞ്ഞ കാര്യം പറയണം. മക്കളെ, ഇന്ന് രാവിലെ ദാനിയേൽ ഉപദേശി പറഞ്ഞ എന്നാന്നറിയോ? ശ്രദ്ധിച്ച് നടക്കണമെന്നാ. ഇന്ന് നിങ്ങളുടെ മക്കളോടൊന്ന് പറഞ്ഞേ. അവർ കോളേജ് വിദ്യാഭ്യാസത്തിലായിരിക്കാം, സ്കൂൾ വിദ്യാഭ്യാസത്തിലായിരിക്കാം. ശ്രദ്ധ അവരുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ടതാണ്. ഏത് കാര്യം ശ്രദ്ധിച്ച് നോക്കി, അവിടെ ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കും. ഇന്ന് രാവിലെ ഞാനൊരു പ്രാക്ടിക്കൽ കാര്യമാണ് പറഞ്ഞത്. സ്തോത്രം. ശ്രദ്ധിക്കുക, എല്ലാ കാര്യവും ശ്രദ്ധിച്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മീയ വിഷയങ്ങളും ശ്രദ്ധിക്കണം. ആത്മീയ വിഷയങ്ങളും ശ്രദ്ധിച്ചു വേണം മുൻപോട്ട് കൊണ്ടുപോകാൻ. ആത്മീയ വിഷയങ്ങളിൽ ശോഷണം സംഭവിക്കാതിരിക്കേണ്ടതിന് വേണ്ടി, ആത്മീയ വിഷയങ്ങളിൽ ഒരു തകർച്ച ഉണ്ടാകാതിരിക്കേണ്ടതിന് വേണ്ടി നിങ്ങളുടെ ആത്മീയ വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ഇടപെടാതെ ദൈവസന്നിധി സ്തോത്രത്തിൽ ജാഗരിക്കണം, പാടണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, ദൈവവചനം വായിക്കണം. ഈ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയാൽ നിങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ അശ്രദ്ധ ഉണ്ടാകാതെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയരെ, ഈ രാവിലെ സമയം ആത്മീയ വിഷയങ്ങൾ ശ്രദ്ധിക്കാം. അങ്ങനെ ഒരു തീരുമാനം നമുക്കുള്ളിൽ എടുക്കാം. ആത്മീയ വിഷയം ശ്രദ്ധിക്കാൻ ഒരു തീരുമാനം ഇന്ന് രാവിലെ നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ പോവുക. സ്തോത്രം. ദേവദാസൻ, എനിക്ക് ആത്മീയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നാണോ നിങ്ങളുടെ ഭാരം? ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കാൻ പോവുക. കണ്ണു കുറച്ചു. സ്വർഗസ്ഥനായ നല്ല പിതാവേ, നല്ല സമയത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ ശ്രദ്ധിക്കേണ്ട കാര്യവും അശ്രദ്ധ മൂലമുണ്ടാകുന്ന അപകടങ്ങളും തിരിച്ചറിയാൻ ഒരു പ്രത്യേക ജ്ഞാനം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ കൂടെയുള്ള സ്തോത്രം. പലപ്പോഴും മരണത്തിന്റെ മക്കളിലൂടെ കടന്നുപോയി, ഉറങ്ങി വണ്ടി ഓടിച്ചു, പാമ്പിന്റെ അടുക്കൽ അല്ലെങ്കിൽ ഇഴജന്തുവിന്റെ അടുക്കൽ കാലെത്തി. പക്ഷേ ആ ഇഴജന്തുവിന്റെ ശ്രദ്ധ അവിടെ പതിയാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷി കണി പൊട്ടി രക്ഷപ്പെട്ടതുപോലെ അശ്രദ്ധ മൂലമുണ്ടായ മരണത്തിന്റെ താഴ്വര മാറി ജീവനിൽ കടക്കാൻ ദൈവം വീണ്ടും ഭാഗ്യമൊരുക്കിയവർക്ക് സ്തോത്രം. ഞാൻ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ വഴി കാക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്ന കർത്താവേ, നീ അവരെ കരങ്ങളിൽ വഹിക്കണമേ, കൃപ ചെയ്യണമേ. ഹൃദയം തുറന്ന് ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം മാറ്റിവട്ടെ. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിനെ വിലയേറിയ നാമത്തിൽ തന്നെ. പ്രിയരേ, ഒരശ്രദ്ധ ഒരായുസ് മുഴുവനും കാട്ടിലെ കടന്നു. ഒരു ശ്രദ്ധ ആരോഗ്യത്തോടെ നിങ്ങളെ ഈ ലോകത്തിൽ ജീവിക്കാൻ അനുവദിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.